ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ചോദ്യം പല പ്രാവശ്യം ICSE 10th എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റൻ ആണ്. ഇത് CBSE 10th ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ദ വോളിയം ഓഫ് എ കോണിക്കൽ ടെന്റ് ഈസ് 462 meter square and the area of the base is 154 meter square. The height of the cone is. അപ്പോൾ കോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇമാജിൻ ചെയ്യുക കോണിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഈ കോണിക്കൽ ടെന്റ് ആണ് ഷേപ്പ്. വോളിയം 1/3 pi r square എന്ന് പറയുന്നത് 462 ആണ്. അങ്ങനെയാണെങ്കിൽ ആ കോണിന്റെ ബേസ് കാണണം. ഇതാണ് നമ്മുടെ ചോദ്യം. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കോണിന്റെ 1/3 pi r square എന്ന് പറയുന്നത് കോണിന്റെ വോളിയം കാണുന്ന ഇക്വേഷൻ ആണ് 462 cm3. ഇതിലെ കോണിന്റെ ഏരിയ, ബേസ് ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണെന്ന് ചെയ്യുന്ന കുട്ടിക്ക് മനസ്സിലാവണം. അപ്പോൾ പൈ ആർ സ്ക്വയറിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ 154 മീറ്റർ സ്ക്വയർ ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. വോളിയം ബേസ് ഏരിയ 154 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 154 ആണ്, ഇൻറ്റു എച്ച് 462 ആണ്. അപ്പോൾ എച്ച് കാണാനായിട്ട് വളരെ സിമ്പിൾ ആണ്. 462 ഇൻറ്റു ഈ 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ചെയ്യും, ഡിവൈഡ് ബൈ 154. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഈ 154 ആയിട്ട് ഡയറക്റ്റ് റിലേഷൻ മിക്കവാറും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉണ്ടാവും. 154നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് കറക്റ്റ് 462 കിട്ടും. ദാറ്റ് ഈസ് 3 × 3 9 cm. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.